പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഈ വലിയ വലിയ ക്രിയേറ്റേഴ്സിനെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊളാബറേഷൻ പരിപാടിയൊന്നും നടക്കത്തില്ല. ദിവസവും ആയിരക്കണക്കിന് പുതിയ ചാനലുകളാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ പകുതിയിലധികം ക്രിയേറ്റേഴ്സിനും ഈ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെല്ലാം തന്നെ പാതി വഴിയിൽ അവരുടെ ചാനൽ ക്വിറ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ നിങ്ങൾ അറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ മിസ്റ്റർ ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന്റെ 300 വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബർ എന്നുള്ള ഒരു പൊസിഷനിലാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ചാനലും നമ്മുടേതുപോലെ ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസിലൂടെ കടന്നുപോയതാണ്. അദ്ദേഹം ഈ പുതിയ യൂട്യൂബേഴ്സിനെ പോലെ ക്വിറ്റ് ചെയ്തു പോയിരുന്നെങ്കിലോ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തിച്ചേരാൻ പറ്റുമായിരുന്നോ? പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ആ ഒരു കടമ്പ കടന്നാൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്താണ് ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ്, നമുക്ക് അത് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും, അതോടൊപ്പം തന്നെ യൂട്യൂബിലെ സക്സസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 4 സ്റ്റെപ്സും കൂടെ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ആൻസി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് പുതിയ യൂട്യൂബേഴ്സിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ അൽഗോരിതം റെക്കമെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടേ നമ്മുടെ ചാനലിൽ വ്യൂസ് വരത്തുള്ളെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പം അൽഗോരിതത്തിന് നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മുടെ ചാനൽ എന്ത് ടൈപ്പ് ആണെന്ന് അറിയില്ല, എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് നമ്മുടെ ചാനലിൽ യൂസ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ നിന്നാണ് അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അൽഗോരിതം ശരിക്കും നമ്മുടെ വീഡിയോ ജഡ്ജ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മുടെ വീഡിയോയോട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം യൂട്യൂബ് കുറച്ച് ആൾക്കാരിലേക്ക് അത് ടെസ്റ്റിങ്ങിന് വേണ്ടി എത്തിക്കും. അതിൽ നമ്മുടെ വീഡിയോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരുണ്ടാവാം, കുറച്ചുപേരത് കണ്ടോടനെ ഇഗ്നോർ ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാം, കുറച്ചുപേര് ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനനുസരിച്ചിട്ടാണ് ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണോ എന്നുള്ളത് അൽഗോരിതം തീരുമാനിക്കുന്നത്. ചിലപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരിലേക്കായിരിക്കാം എത്തിക്കുന്നത്, ചിലപ്പോൾ അത് റോങ് ആയിട്ടുള്ള ആൾക്കാരിലേക്കായിരിക്കാം എത്തിക്കുന്നത്. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് മുൻപിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട്. വലിയ വലിയ ചാനൽസിനാണെന്നുണ്ടെങ്കിൽ അതിന് എഡിറ്റേഴ്സ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയുണ്ട്, മൈക്ക് ഉണ്ട്, ട്രൈപോഡ്സ് ഉണ്ട്, ലൈറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പുതുതായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും ഇല്ലാതെയാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പരിമിതമായ റിസോഴ്സ് വെച്ചിട്ടാണ് നമ്മളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ ക്ലിക്കബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നല്ല തമ്പനെയിൽ കൊടുക്കുക, നല്ല ടൈറ്റിൽ കൊടുക്കുക, നമ്മുടെ പ്രോപ്പർ SEO ചാനലിന് ചെയ്യേണ്ട SEOs ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അൽഗോരിതം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് വീഡിയോസിന് എത്രത്തോളം വ്യൂസ് വരുന്നുണ്ട്, എത്രത്തോളം ലൈക്സ് വരുന്നുണ്ട്, ആരൊക്കെ സ്കിപ്പ് ചെയ്തു പോകുന്നു, ആരൊക്കെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നു, റിട്ടേണിംഗ് ആയിട്ട് ആരൊക്കെ വരുന്നു, അത്തരം ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് വെക്കുകയാണ് അൽഗോരിതം ചെയ്യുന്നത്. അപ്പൊ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും ഓരോ ഡേറ്റ കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റാസ് കളക്ട് ചെയ്ത് വെക്കുകയാണ് അൽഗോരിതം ചെയ്യുന്നത്. അതിൽ നിന്നാണ് അൽഗോരിതം ശരിക്കും പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മുടെ ചാനലിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഡേറ്റാസ് കളക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫേസിനെയാണ് ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. അത്തരം ഫേസിലൂടെ എല്ലാവരും കടന്നു പോയേ പറ്റൂ. അങ്ങനെയാണ് നമ്മൾ എന്ത് ടൈപ്പ് കണ്ടന്റ് ആണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അൽഗോരിതം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് കഴിയുമ്പോഴാണ് നമ്മുടെ വീഡിയോസിന് റീച്ച് കിട്ടി തുടങ്ങുന്നത്, അതോടൊപ്പം നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നതും അതോടൊപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നതും. ശരിക്കും പറഞ്ഞാൽ ഈ ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ് 100 വീഡിയോസ് റൂള്. നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ചിലപ്പോൾ 50ാമത്തെ വീഡിയോയ്ക്കായിരിക്കും നമുക്ക് റീച്ച് കിട്ടുന്നത്, അതും അല്ലെങ്കിൽ 99ാമത്തെ വീഡിയോയ്ക്കായിരിക്കാം റീച്ച് കിട്ടുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു ടോപ്പിക്ക് തന്നെ സെലക്ട് ചെയ്ത് ആ ടോപ്പിക്ക് ബേസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യുക. അല്ലാതെ നമ്മൾ മിക്സഡ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന പല ടൈപ്പ് വ്യൂവേഴ്സിലേക്കാണ് ആ വീഡിയോ എത്തുന്നത്.
അപ്പൊ അൽഗോരിതത്തിന് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. അത് ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോപ്പിക് എടുത്തിട്ട് അത് വെച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴും ഒരു 1% ഡിഫറൻസ് എന്തായാലും കാണും. നമ്മൾ ആദ്യത്തെ വീഡിയോയും ഒരു 50ാമത്തെ വീഡിയോയും തമ്മിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് തമ്മിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കാതെ എന്നെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിച്ച് മുൻപോട്ട് പോവുകയാണ് വേണ്ടത്. എനിക്ക് ആദ്യത്തെ വീഡിയോയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത വീഡിയോയ്ക്ക് ഉറപ്പായിട്ടും പറ്റും എന്ന് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകണം. ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസ് സർവൈവ് ചെയ്ത് നമ്മുടെ വ്യൂസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് നമുക്ക് യൂട്യൂബിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള 4 സ്റ്റെപ്സ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, റീഡിഫൈൻ വാട്ട് സക്സസ് മീൻ ഫോർ യു. നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിന്റെ വ്യൂസ് എന്തായെന്ന് ആലോചിച്ച് നെഗറ്റീവ് അടിച്ചിരിക്കാതെ അതിന്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്തിട്ട് അതിന്റെ CTR എങ്ങനെ പോകുന്നുണ്ട്, ഓഡിയൻസ് റിട്ടൻഷൻ എങ്ങനെ പോകുന്നുണ്ട്, അതിന് എത്ര ലൈക്സ് വരുന്നുണ്ട്, അതുമാതിരി അനലിറ്റിക്സ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. അഥവാ അതിന് നെഗറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് എങ്ങനെ നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. അല്ലാതെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ അത് പോസിറ്റീവ് ആക്കി എടുക്കാൻ നോക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണക്ട് വിത്ത് അതർ സ്മോൾ ചാനൽസ്. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ പുതിയ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളൊരു കണക്ഷൻ വെക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ് മാത്രമേ ഉള്ളൂ. വീഡിയോസ് വാച്ച് ചെയ്യുക, അവർക്ക് കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ തമ്മിലൊരു കണക്ഷൻ വെക്കുക. ഇപ്പൊ കൊളാബറേഷൻ എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറൊക്കെ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ സ്മോൾ ക്രിയേറ്റേഴ്സുമായിട്ട് ഒരു ബോണ്ട് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കൊളാബ് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരത് അക്സെപ്റ്റ് ചെയ്യൂ. ഈ വലിയ വലിയ ക്രിയേറ്റേഴ്സിനെയൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാല് നമുക്ക് ഈ കൊളാബറേഷൻ പരിപാടിയൊന്നും നടക്കത്തില്ല. അവരൊക്കെ ഇങ്ങനെ പറച്ചില് മാത്രമേ ഉള്ളൂ. അവരൊന്നും ഒരിക്കലും നമ്മുടെ റിക്വസ്റ്റുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് കണ്ടന്റ് ചെയ്യുന്ന സ്മോൾ ക്രിയേറ്റേഴ്സുമായിട്ടൊക്കെ ഒരു കണക്ഷൻ വെച്ച് അവരുമായിട്ട് ഫ്രണ്ട്ലി ആയി അങ്ങനെ കൊളാബറേഷൻ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ വീഡിയോസും ഒക്കെ വാച്ച് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫൈൻഡ് യുവർ യുണീക് ആംഗിൾ. നമ്മളെല്ലാവരും പരസ്പരം ഡിഫറെന്റ് ആണ്. ഓരോരുത്തർക്കും ഉള്ള പൊട്ടൻഷ്യൽ വേറെ വേറെയാണ്. ഒരാൾക്ക് സ്റ്റോറി ടെല്ലിങ്ങിനുള്ള കഴിവായിരിക്കും, ഒരാൾക്ക് ഹ്യൂമർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും, മറ്റൊരാൾക്ക് നല്ല രീതിയിൽ AI വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യുക. നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ടോപ്പിക്കുകളിലൊന്നും ചെന്ന് ചാടാതെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഏതാണോ അത് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പാണ് കമ്മിറ്റ് ടു എ കൺസിസ്റ്റന്റ് പോസ്റ്റിംഗ് സ്ട്രാറ്റജി. നമ്മൾ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മുടെ സ്കില്ലിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. 100 വീഡിയോ റൂൾ എന്ന് പറയുന്നത് നിങ്ങളത് പ്രാവർത്തികമാക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അൽഗോരിതത്തിന് നിങ്ങളെ മനസ്സിലാവും, നിങ്ങളുടെ ചാനലിനെ മനസ്സിലാവും, നിങ്ങളുടെ ചാനലിലെ ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് ഇടുന്നതെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് ആപ്റ്റ് ആയിട്ടുള്ള വ്യൂവേഴ്സിലേക്ക് നിങ്ങളുടെ വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഓട്ടോമാറ്റിക്കലി കൂടുകയും ചെയ്യും. ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞത് ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസിനെ കുറിച്ചാണ്. ഈ ഇൻവിസിബിൾ ഗ്രോത്ത് ഫേസിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഉറപ്പായിട്ടും സക്സസ് ആവാൻ പറ്റും. അപ്പൊ ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും വിജയിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.